ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യ. ആ ഇന്ത്യയെ ഇങ്ങനെ പടുത്തു കൊണ്ടുവരുന്നതിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനി നിർണായകമായ പങ്കുവച്ചു. പല മേഖലകളിലായിരുന്നു അവരുടെ നിക്ഷേപം. ഈ JRD ടാറ്റ മുതൽ രത്തൻ ടാറ്റ വരെ എങ്ങനെയാണ് ഈ ടാറ്റയെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവിടുത്തെ ജീവനക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വലിയ അധികാര വടംവലി നടക്കുന്നു. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടിടപെടുന്നു. നിർമ്മല സീതാരാമൻ പങ്കെടുക്കുന്നു. എന്നിട്ടും ഈ രാജ്യത്തിന് വേണ്ടി ഇത്രയൊക്കെ സംഭാവനകൾ നൽകിയ ടാറ്റയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. എന്തായിരിക്കും യഥാർത്ഥ പ്രശ്നം അവിടെ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രത്തൻ ടാറ്റയുടെ കാലത്ത് ഈ വക ശ്രമങ്ങൾ നടത്തിയിരുന്ന ആളുകളെയൊക്കെ നീക്കുകയും ഈ അതിൻ്റേതായ ഒരു ഉള്ളടക്കം ഉണ്ടല്ലോ, ജീവകാരുണ്യപരമായിട്ടുള്ള ഉള്ളടക്കവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. ആ കാലത്തും സൈറസ് മിസ്ട്രി എന്ന് പറഞ്ഞിട്ട് രത്തൻ ടാറ്റയുടെ പിൻഗാമിയാകും എന്ന് കരുതപ്പെട്ടിരുന്ന ആളെ അവിടെ നിന്ന് പുറത്താക്കേണ്ടി വന്നു. അദ്ദേഹം പിന്നീട് കോടതിയിൽ പോവുകയൊക്കെ ചെയ്തു. പിന്നെ കാറോടെ അപകടത്തിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു സൈറസ് മിസ്ട്രി. അപ്പോൾ ആ സൈറസ് മിസ്ട്രിയുടെ ഒരു കസിൻ, ഒരു സ്ത്രീ ഇപ്പോൾ ഇതിൽ കഥാപാത്രമാണ് ഈ ഗ്രൂപ്പ് ചേരിതിരിവിൽ. അതായത് ടാറ്റ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സംവിധാനമാണ് അതിൻ്റെ അകത്ത്. ഒന്ന് ടാറ്റ ട്രസ്റ്റ് എന്ന് പറയുന്നത്, ട്രസ്റ്റിമാര്. ഇത് മൊത്തം. രണ്ടാമത്തത് ടാറ്റ സൺസ് എന്ന് പറയുന്നത്. ഈ ടാറ്റ സൺസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ കമ്പനികളൊക്കെ കൂടി നടത്തുന്നത്. ടാറ്റ സൺസ് എന്നുള്ളത് കുടുംബം എന്നുള്ളതല്ല, കമ്പനികൾ ഉണ്ടല്ലോ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങി വിവിധ കമ്പനികളും ഒക്കെ നടത്തുന്ന ടാറ്റ സ്റ്റീൽ, ഈ കമ്പനികളുടെയൊക്കെ നടത്തിപ്പിൻ്റെയൊക്കെ ചുമതല ടാറ്റ സൺസിന്. ഈ ടാറ്റ സൺസിൻ്റെ ഒരു ഗൈഡൻസ്, അതിന് മാർഗനിർദ്ദേശം കൊടുക്കുക, ജീവകാരുണ്യപരമായ കാര്യങ്ങളൊക്കെ നോക്കുക, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ടാറ്റ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഈ ടാറ്റ ട്രസ്റ്റിലെ ട്രസ്റ്റീസ് ഉണ്ടല്ലോ, അവരങ്ങനെ ഒരു കാരണവ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കും, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശം കൊടുക്കുന്നല്ലാതെ ഈ കമ്പനികൾ പിടിച്ചടക്കാനും കമ്പനികളിൽ നോമിനികളെ വെക്കാനും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ്, ടാറ്റ സൺസിന് ഡയറക്ടർ ബോർഡ് വേറെ, ടാറ്റ ട്രസ്റ്റിലെ ബോർഡ് വേറെ. പക്ഷെ ടാറ്റ സൺസിൻ്റെ ബോർഡിനെ മുഴുവൻ നിയന്ത്രിക്കാനും വരുതിയിലാക്കാനും ഒന്നും ടാറ്റ ട്രസ്റ്റ് ശ്രമിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ടാറ്റ സൺസിൽ തന്നെ സ്വന്തം ഇഷ്ടക്കാരെയൊക്കെ തിരികെ കയറ്റാൻ ഈ ട്രസ്റ്റ്, ടാറ്റ ട്രസ്റ്റിലുള്ളവർ ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ് ഈ കലാപം. അതായത് ടാറ്റ സാമ്രാജ്യത്തിൽ അട്ടിമറി നടത്താൻ ഈ ടാറ്റ ട്രസ്റ്റിലെ 4 പേർ ഒരു ചേരിയായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ 4 ട്രസ്റ്റികൾ, ദാരിയസ് ഗംബാട്ട, വലിയ വക്കീൽ, ജഹാംഗീർ HC ജഹാംഗീർ, അത് ജഹാംഗീർ ഹോസ്പിറ്റൽസിൻ്റെ CEO ആണ്. പിന്നെ പ്രമിത് ജാവേരി എന്ന് പറയുന്നത് സിറ്റി ബാങ്കിൻ്റെ മുൻ CEO. പിന്നെ മെഹ്ലി മിസ്ട്രി ഞാൻ പറഞ്ഞല്ലോ, സൈറസ് മിസ്ട്രി, പഴയ ടാറ്റ സൺസ് ചെയർമാൻ്റെ കസിൻ, അനന്തരാവകാശിയാവുന്നൊക്കെ കരുതി. അതെ, ആണ്. അപ്പോൾ ഈ 4 ട്രസ്റ്റികൾ ഒരു ചേരിയായിട്ട് ട്രസ്റ്റിൽ നിലകൊണ്ടിട്ട് അവർ ടാറ്റ സൺസ്, ഈ കമ്പനികളുടെയൊക്കെ മേൽനോട്ടം നോക്കുന്ന ആ ടാറ്റ സൺസ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയെ കീഴ്പ്പെടുത്താനും അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഈ ടാറ്റ ട്രസ്റ്റും ടാറ്റ സൺസും തമ്മിലൊരു സന്തുലനം ഉണ്ടല്ലോ, ബാലൻസ്, അത് പൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ടാറ്റ ട്രസ്റ്റിൻ്റെ ഉള്ളിൽ വലിയ കലഹം. അത് ടാറ്റ സൺസിലെ ഭൂരിപക്ഷ ഓഹരി, ഏതാണ്ട് 60-66% ഈ ടാറ്റ ട്രസ്റ്റിനാണ്. ടാറ്റ സൺസിലെ ഭൂരിപക്ഷ ഓഹരി ടാറ്റ ട്രസ്റ്റിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും. പക്ഷെ ഇവർ ഗൈഡൻസ് എന്നുള്ളതിൽ റോളിൽ നിന്നും മാറുന്നു. അതാണ് പ്രശ്നം. സൂപ്പർ ബോർഡ് പോലെ ട്രസ്റ്റുകൾ, ഈ 4 പേര് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു.
ടാറ്റ സൺസിലെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ അവർ ശ്രമിക്കുന്നു. ടാറ്റ സൺസ് ബോർഡിന്റെ മിനിറ്റ്സ് ഇവർ തിരുത്താനായിട്ട് നോക്കുന്നു. ടാറ്റ സൺസിന്റെ മിനിറ്റ്സ് തിരുത്താൻ നോക്കുന്നു. പിന്നെ സ്വതന്ത്ര ഡയറക്ടർമാരെ നാമനിർദ്ദേശം, അതായത് ടാറ്റ സൺസിന്റെ ബോർഡിലേക്ക് വേറെ സ്ഥലത്തൊക്കെയുള്ള IASകാരെയൊക്കെ എടുത്ത് നല്ല ആളുകളെയൊക്കെ നോമിനേറ്റ് ചെയ്യുമല്ലോ. കേരളത്തിലെയും വലിയ കമ്പനികളൊക്കെ വേറെ സ്ഥലത്ത് നന്നായിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് അമൃതാഞ്ജൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഇല്ലേ, അതിലിപ്പോ മലയാള മനോരമയിൽ നിന്ന് KM മാത്യുവിനെയൊക്കെ ഡയറക്ടറായിട്ട് അവരെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പൊ പല സ്ഥലത്തും നല്ല ആളുകളൊക്കെ നോമിനേറ്റ് ചെയ്ത് മനോരമയും അവരുടെ സ്ഥലത്തേക്ക് ഈ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സ്വതന്ത്ര ഡയറക്ടർമാരെയൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഈ ടാറ്റ സൺസിലേക്കുള്ള സ്വതന്ത്ര ഡയറക്ടർമാരുടെ നാമനിർദ്ദേശത്തിലും ഈ ട്രസ്റ്റിമാര് ഇടപെടാൻ തുടങ്ങി. അത് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാനൊക്കെ. ഇതിന്റെ മുകളിലൊക്കെ ഈ 4 പേര് പിടിമുറുക്കാൻ നോക്കുന്നു. ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാൻ നോയൽ ടാറ്റ ആണ്. അദ്ദേഹത്തിന്റെ അധികാരത്തിന് ഈ 4 പേരുടെ ചേരി ബാധിക്കുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നോയൽ ടാറ്റയ്ക്ക് 2024 ഒക്ടോബറിലാണ് രത്തൻ ടാറ്റ മരിച്ചത്. അദ്ദേഹത്തിന്റെ വിൽപത്രമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, TCS, ടൈറ്റാൻ, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇപ്പോൾ ഈ താമസം, ഡിലേസ്, തടസ്സങ്ങൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് പോയാൽ ഇന്ത്യയുടെ തന്നെ ഈ എന്താ പറയുക സൽപ്പേരിനെ ഇത് ബാധിക്കും എന്ന് കണ്ടിട്ട് അമിത്ഷായുടെ വീട്ടിൽ 1 മണിക്കൂർ ഈ കൂട്ടത്തിൽ മുതിർന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തി. അതിൽ നിർമ്മല സീതാരാമൻ പങ്കെടുത്തു, നോയൽ ടാറ്റ ഉണ്ടായിരുന്നു, വൈസ് ചെയർമാൻ വേണു ശ്രീനിവാസൻ നമ്മുടെ ഈ ചെന്നൈയിലെ TVS ഇല്ലേ, TVSൽ നിന്നുള്ള ആളാണ് വേണു ശ്രീനിവാസൻ. അതാ ഞാൻ പറഞ്ഞേ പുറത്ത് നിന്നൊക്കെ ഡയറക്ടർമാരെയൊക്കെ എടുക്കുന്നത്. വേണു ശ്രീനിവാസൻ, ടാറ്റ സൺസിന്റെ ചെയർമാൻ N ചന്ദ്രശേഖരൻ, ട്രസ്റ്റി ദാരിയസ് ഖമ്പാട്ട, ഇവരെ ഇത്രയും പേരുമായിട്ടാണ് ചർച്ച നടന്നത്. ടാറ്റ സൺസിൽ നിന്നും ട്രസ്റ്റിയിൽ നിന്നും ഉള്ളവര്. ടാറ്റ ട്രസ്റ്റി എന്നുള്ളവരും ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡിൽ അംഗങ്ങൾ ആകാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇത്രയും പേരുമായി വിളിച്ചിട്ട് ഒരു സ്ഥിരത വേണം, നിങ്ങളിങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോകരുത് എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ മെജോറിറ്റി ഷെയർ ഹോൾഡിങ് ഈ ടാറ്റ ട്രസ്റ്റിനുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഒരു പൊതു ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. അതാണ് അമിത്ഷായും നിർമ്മലയൊക്കെ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിനോട് തന്നെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഭരണ നിലവാരം അതൊക്കെ നിങ്ങൾ പാലിക്കണം. അപ്പോൾ 2016 ഇതുപോലെ ബോർഡ് റൂം ബാറ്റിൽ എന്ന് പറയുമല്ലോ, അതായത് ബോർഡ് അംഗങ്ങൾ തന്നെ തർക്കിക്കുക എന്നുള്ളത്. അത് 2016 ഇതുപോലെ ഉണ്ടായിരുന്നു. സൈറസ് മിസ്ട്രിയെ 2016 ഒക്ടോബർ 21 ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് നീക്കുന്നത്. രത്തൻ ടാറ്റയുടെ പിൻഗാമിയായിട്ട് രത്തൻ ടാറ്റ തന്നെ തെരഞ്ഞെടുത്ത ആളാണ്. പക്ഷേ രത്തൻ ടാറ്റ വിചാരിച്ച രീതിയിലല്ല സൈറസ് മിസ്ട്രി നീങ്ങുന്നതെന്ന് രത്തൻ ടാറ്റയ്ക്ക് തന്നെ മനസ്സിലായിട്ട് നീക്കുകയാണ്. അപ്പോൾ 2012 വരുന്നത് സൈറസ് മിസ്ട്രി. രത്തൻ ടാറ്റ വരുന്നത് 1991 ചെയർമാൻ ആകുന്നത്. രത്തൻ ടാറ്റ ചെയർമാൻ ആകുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ കുറെ താപ്പാനകൾ ഉണ്ടായിരുന്നു. റുസി മോഡി, ദർബാറി സേത്ത്, അജിത് കേർക്കർ, നാനി പൽക്കിവാല, വലിയ താപ്പാനകൾ. അവരെ രത്തൻ ടാറ്റയ്ക്ക് ഒഴിവാക്കേണ്ടി വന്നു. അതിന് ഉപയോഗിച്ച തന്ത്രം വിരമിക്കൽ പ്രായം താഴ്ത്തുക എന്നുള്ളതാണ്. ഈ 4 പേരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും വിരമിക്കൽ പ്രായം കൂട്ടി.
അങ്ങനെയാണ് അവരെ പുറത്ത് കളഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 4 പേരുടെ ചേരി പറഞ്ഞില്ലേ ടാറ്റ ട്രസ്റ്റിലെ, അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ടാറ്റ സൺസിലെ നോമിനേറ്റഡ് ഡയറക്ടർ ഉണ്ടല്ലോ, ഡയറക്ടറായ വിജയ് സിംഗിനെ വോട്ട് ചെയ്ത് പുറത്താക്കി. നമുക്ക് വോട്ടെടുക്കാം, ഇയാൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു വോട്ടെടുപ്പിൽ കൂടി ഒരു ഡയറക്ടറെ പുറത്താക്കുന്നത് ആദ്യമാണ്, ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു നാണക്കേടാണത്. ഈ വിജയ് സിംഗ് എന്ന് പറയുന്ന ആൾ നേരത്തെ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന IAS ഉദ്യോഗസ്ഥനാണ്, പ്രതിരോധ സെക്രട്ടറി. അപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് കൊണ്ടുവന്നതാണ്, അദ്ദേഹത്തിനെ പുറത്താക്കി. അപ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും അപ്പോയിന്റ് ചെയ്യുന്ന, ഓരോ വർഷവും ഇത് നീട്ടിക്കൊടുക്കുമല്ലോ, വീണ്ടും അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറയുമല്ലോ. ഇപ്പൊ കൈരളിയുടെ ചെയർമാൻ മമ്മൂട്ടിയെ നമ്മൾ വീണ്ടും ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് എല്ലാ കൊല്ലവും പൊതുയോഗം തീരുമാനിക്കാറുണ്ട്. എനിക്ക് കൈരളിയിൽ ഷെയർ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാ കൊല്ലവും ഇത് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ടാറ്റയില് ഇപ്പൊ ടാറ്റ ട്രസ്റ്റിൽ വോട്ട് ചെയ്തിട്ട് വിജയ് സിംഗിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വെച്ച്. ആ ബോർഡ് യോഗത്തിൽ വിജയ് സിംഗ് പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് അറിയാമായിരിക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അദ്ദേഹം ടാറ്റ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനും ആയിരുന്നു ഈ വോട്ടെടുപ്പിൽ കൂടി പുറത്താക്കുമ്പോൾ. ഈ മെയ്ലി മിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള ചേരി ആണ് ഈ പുറത്താക്കിയത്. ഈ മുൻ പ്രതിരോധ സെക്രട്ടറിയാണ് അദ്ദേഹം. 1970 IAS ബാച്ചാണ്. 2018 രത്തൻ ടാറ്റ ക്ഷണിച്ച് ഡയറക്ടറാക്കിയതാണ്, അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജിവെച്ചു. 2013 ആദ്യം അംഗമായത്. 2018 70 വയസ്സായി. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്രായമായല്ലോ. റിട്ടയർ ചെയ്തിട്ട് വീണ്ടും 2022 അദ്ദേഹത്തിനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോയൽ ടാറ്റ, വേണു ശ്രീനിവാസൻ, വിജയ് സിംഗ് ഇപ്പോൾ പുറത്താക്കപ്പെട്ട ഇവരൊരു ഗ്രൂപ്പായിരുന്നു അതിൻ്റെ അകത്ത്. ആ കൂട്ടത്തിൽ നിന്നും ഒരാളെ, ആ 4 പേരുടെ ചേരി തട്ടിയിരിക്കുകയാണ്. ഇനി ആ ഗ്രൂപ്പിൽ നോയൽ ടാറ്റയും വേണു ശ്രീനിവാസനുമാണ് ഉള്ളത്. ഇനി അവരെയും ആ 4 പേര് ടാർഗറ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നോയൽ ടാറ്റയും ഈ വേണു ശ്രീനിവാസനും ടാറ്റ സൺസിൻ്റെ ഡയറക്ടർ ബോർഡിലും ഉണ്ട്. അവര് 2 പേരും അതാണ്. അപ്പോൾ നോയൽ ടാറ്റ സൺസിലേക്ക് നിർദ്ദേശിച്ച 3 പേരെ ഇപ്പം ആ 4 പേരുടെ ചേരി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ആ ഇൻഡിപെൻഡൻ്റായിട്ട് ഡയറക്ടർമാരായിട്ട് അവർ നോമിനേറ്റ് ചെയ്ത 3 പേരെ, നോയൽ ടാറ്റയും വേണു ശ്രീനിവാസനും ഒക്കെ നോമിനേറ്റ് ചെയ്ത 3 പേര് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ആ 4 പേരുടെ ചേരി. അപ്പോൾ അത് ഈ 3 പേര് ഈ മിസ്ട്രിയെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് ചേരി തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റയിലെ. വല്ലാത്ത അവസ്ഥയിലാണത്. കാരണം അമിത്ഷായും നിർമ്മല സീതാരാമനും ഒക്കെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടും ഇത് കലങ്ങുന്ന മട്ടില്ല. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് ഈ സമയത്ത് ചെയ്യാന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇന്ത്യയിൽ ഈ സാമ്രാജ്യം ശരിക്കും ഒരു മാതൃകയാണത്, ഇല്ലേ? കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയാണ് ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകേണ്ടത്, എങ്ങനെയാണ് ഇത് ജീവകാരുണ്യപരമായിട്ട് നടത്തേണ്ടത്, എങ്ങനെയാണ് മനുഷ്യർക്ക് നന്മ ചെയ്യേണ്ടത്. അത് രത്തൻ ടാറ്റയുടെ വിൽപത്രം തന്നെ അതിന് തെളിവാണല്ലോ. അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾക്കൊക്കെ, വലിയ വളർത്തു മൃഗങ്ങൾക്കുമൊക്കെ അല്ലേ വലിയ തുക നീക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പം അങ്ങനെ ഈ നന്മയുടെ ആധാരത്തിൽ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യമാണത്. അതിൻ്റെ അകത്തെ വിള്ളലിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.